Hello everyone. In this video, I am going to discuss about basic understanding of least square estimates. The least square estimation is one of the most widely used technique used in machine learning, signal processing and statistics. It is a common way of solving the linear regression used widely to model continuous outcomes. മെഷീൻ ലേണിംഗ് സിഗ്നൽ പ്രോസസ്സിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ. ലീനിയർ റിഗ്രഷൻ സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു കോമൺ വേ ആണിത്. റിഗ്രഷൻ അനാലിസിസിലും അനാലിസിസ് ഓഫ് ടൈം സീരീസിലും ഒക്കെ ഉപയോഗിക്കുന്നത് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആണ്. ഇപ്പോൾ പ്രെഡിക്ഷൻസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതും ഇതേ മെത്തേഡാണ്. അപ്പോൾ അതായത് നമുക്കൊരു വേരിയബിൾ തന്നാൽ അൺനോൺ ആയിട്ടുള്ള അതായത് മറ്റൊരു വേരിയബിൾ കണ്ടുപിടിക്കുന്നതിന് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആണ് യൂസ് ചെയ്യുന്നത്. Square is a time-honored estimation procedure that was developed independently by Gauss, Legendre, and Adrien and published in the first decade of the 19th century. The method of least squares is about estimating parameters by minimizing the squared discrepancies between observed data on the one hand and their expected values on the other. ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്നാൽ മാത്തമാറ്റിക്കൽ റിഗ്രഷൻ അനാലിസിസിൻ്റെ ഒരു ഫോമാണ്. തന്നിരിക്കുന്ന ഡേറ്റാസ് യൂസ് ചെയ്തുകൊണ്ട് ബെസ്റ്റ് ഫിറ്റിംഗ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഡേറ്റ പോയിൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ വിഷ്വൽ ഡെമോൺസ്ട്രേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. It is used to obtaining the equation of a curve of which fit best to a given set of observation. It is used to obtain the best fitting straight line to the given data. Each point of data represent ചെയ്യുന്നത് നോൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും അൺനോൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ യൂസ് ചെയ്യുന്നു. This method of regression analysis begins with a set of data points to be plotted on an x and y axis graph. അതായത് റിഗ്രഷൻ അനാലിസിസ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് ആൻഡ് വൈ ആക്സിസ് ഗ്രാഫിലും ഒരു കൂട്ടം ഡേറ്റ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുന്നു. നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഡേറ്റ പോയിൻറ്റ്സുകൾക്കിടയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു നല്ല ബെസ്റ്റ് ഫിറ്റിംഗ് ലൈൻ കിട്ടുന്നതിന് വേണ്ടി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്സ് ഒരു ഓവറോൾ റാഷണൽ പ്രൊവൈഡ് ചെയ്യുന്നു. ലീനിയർ റിലേഷൻഷിപ്പിന് ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഈ ലൈനിനെ ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നു. ഇത് റിഗ്രഷൻ ലൈനിലെ ഡേറ്റ പോയിൻറ്റ്സ് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മിനിമൈസ് ചെയ്യുന്നു. ദ ടേം ലീസ്റ്റ് സ്ക്വയേഴ്സ് ഈസ് യൂസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എറേഴ്സ് വിച്ച് ഈസ് ഓൾസോ കോൾഡ് ദ വേരിയൻസ്. The most common application of this method, which is sometimes referred to as linear or ordinary, aims to create a straight line that minimizes the sum of the squares of the errors that are generated by the results of the associated equations, such as the squared residuals resulting from differences in the observed value and the value anticipated based on that model. രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിലുള്ള ബെസ്റ്റ് റിലേഷൻഷിപ്പ് അതിനെ ഡിറ്റർമിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് മെത്തേഡാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ഇപ്പോൾ രണ്ട് വേരിയബിൾസിനിടയിലുള്ള റിലേഷൻഷിപ്പ് ലീനിയർ അല്ലെങ്കിൽ നോൺ ലീനിയർ ആകാം. ഇത് ലീനിയർ എന്നാൽ നമുക്ക് തരുന്ന വേരിയബിൾസിൻ്റെ വാല്യൂ അതിൻ്റെ പവർ 1 ആയിരിക്കും. പക്ഷെ നോൺ ലീനിയർ എന്നാൽ അതിൻ്റെ പവർ ഒന്നല്ലാതെ 2 or 3 ഇതൊക്കെ ആകാം. The principle of least square എന്ന് പറഞ്ഞാൽ the principle says that the sum of the squares of the error between the observed values and the estimated values should be the least. അതായത് ഒബ്സേർവ്ഡ് വാല്യൂസും എസ്റ്റിമേറ്റഡ് വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എറർ എന്ന് പറയുന്നത്. ഈ എറേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എടുക്കുന്നു, അതായത് എല്ലാ എറേഴ്സിൻ്റെയും സ്ക്വയർ എടുക്കുന്നു. ആ സ്ക്വയേഴ്സിൻ്റെ ടോട്ടൽ എടുത്താൽ അത് മിനിമം, അതായത് ഇറ്റ് ഷുഡ് ബി ദ ലീസ്റ്റ്, അത് മിനിമം ആയിരിക്കണം എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ പറയുന്നത്. ഇൻ റിഗ്രഷൻ അനാലിസിസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ഓൺ ദ വെർട്ടിക്കൽ വൈ ആക്സിസ് while independent variables are illustrated on the horizontal x-axis. These designations will form the equation for the line of best fit, which is determined from the least squares method. റിഗ്രഷൻ അനാലിസിസിൽ വൈ ആക്സിസിൽ അതായത് വെർട്ടിക്കൽ ആക്സിസിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസുമാണ് നമ്മൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇനി ലിമിറ്റേഷൻസ് ഫോർ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിനും കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഇറ്റ് ഹാസ് എ ഫ്യൂ ലിമിറ്റേഷൻസ്. ദിസ് മെത്തേഡ് എക്സിബിറ്റ്സ് only the relationship between the two variables. All other causes and effects are not taken into consideration. അതായത് ഈ മെത്തേഡിൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ള കോസ് ആൻഡ് ഇഫക്ട്സ് ഒന്നും തന്നെ ഇത് കൺസിഡർ ചെയ്യുന്നില്ല. ഈ മെത്തേഡ് അൺറിലയബിൾ ആണ് when data is not evenly distributed.
This method is very sensitive to outliers. In fact, this can skew the results of the least squares analysis. Okay, next എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ആണ്. We have the relation yi is equal to f of xi a1 a2 etc. am plus epsilon I. അതായത് I is equal to 1 2 etc. n. The principle of least squares states that the best values of a1, a2, etc. am are those values of a1, a2, etc. am which minimizes the sum of squares of the residual errors. Let E is equal to summation epsilon I square. So to find the values of a1, a2, the E is minimum. Dou E divided by dou a1 is equal to 0. അതായത് ഡോ ഇ ഡിവൈഡ് ബൈ ഡോ എ വൺ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇ വിത്ത് റെസ്പെക്ട് ടു ദ പാരാമീറ്റർ എ വൺ. ഡോ ഇ ഡിവൈഡ് ബൈ ഡോ എ ടു ഈസ് ഇക്വൽ ടു 0 എറ്റ്സെട്ര. ഡോ ഇ ഡിവൈഡ് ബൈ ഡോ എ എം ഈസ് ഇക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഹൗ ടു ഫിറ്റ് എ സ്ട്രേറ്റ് ലൈൻ ഓഫ് y ഈസ് ഇക്വൽ ടു എ എക്സ് പ്ലസ് ബി യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ. Consider x1, y1, x2, y2, etc. xn, yn are the observations are on two variables x and y. The linear equation connecting x and y is assumed as y is equal to ax plus b, then yi is equal to axi plus b plus epsilon I, where epsilon I is the residual error. By the principle of least squares, the best values of a and b are those values of a and b which minimizes e, where e is equal to summation epsilon I square is equal to summation yi minus axi minus b square. Here in this case we have two parameters a and b. Therefore normal equations are dou e divided by dou a is equal to 0. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇ വിത്ത് റെസ്പെക്ട് ടു എ ഇസ് ഇക്വൽ ടു 0 ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇ വിത്ത് റെസ്പെക്ട് ടു ബി ഇസ് ഇക്വൽ ടു 0. ഡോ ഇ ഡിവൈഡ് ബൈ ഡോ എ ഇസ് ഇക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് summation yi xi is equal to a into summation xi square plus b into summation xi. അതാണ് ഇക്വേഷൻ നമ്പർ 1. Ni dou e divided by dou b is equal to 0 which implies summation yi is equal to a into summation xi plus nb. Equation number 2. ഈ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ 2ഉം കൂടി സോൾവ് ചെയ്യുന്നു. We will get the values of the parameter a and b. So substituting the values of a and b, the best fitted straight line is y is equal to a cap x plus b cap.